വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. അതുപോലെ അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്, എപ്പോഴും ദുആ ചെയ്യുന്നവനാണ്. റബ്ബനാ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹതംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എപ്പോഴും ദുആ ചെയ്യുന്നവനാണ്. അല്ലാഹുവേ, നീ വിധിച്ചതിനെ തടയാൻ ആർക്കും കഴിയില്ല. നീ ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ വിധിച്ചതാണ്. ലോകത്തൊരു ശക്തിയെ കൊണ്ടും തടയാൻ കഴിയില്ല. നീ വിധിച്ചതിന് നീ തടയുന്നതിനെ വിധിക്കാനും കഴിയില്ല. തമിഴ്നാട്ടിലെ എന്റെ പ്രിയങ്കരനായ സഹോദരൻ എനിക്ക് വേണ്ടി തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപാട് ശബ്ദമുയർത്തിയ ജവാഹറുല്ലാ സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് അറിയാം, യഥാർത്ഥത്തിൽ എക്സ്ട്രാ ജുഡീഷ്യൽ വർക്കുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്, ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് എന്നെ പരിപൂർണനായി കുറ്റവിമുക്തനാക്കപ്പെട്ടതിൽ അതെന്തുകൊണ്ടാ? റബ്ബനാ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ റാദ്ദ ലിമാ ഖളൈത. തമ്പുരാനെ, നീ വിധിച്ചാൽ നിന്റെ വിധിയെ തടുക്കാൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് കഴിയില്ല, ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് കഴിയില്ല. നിന്റെ വിധിയെ തടുക്കാൻ ജോർജ് ബുഷിനെ കൊണ്ടാവില്ല, നിന്റെ വിധിയെ തടുക്കാൻ മൻമോഹൻ സിംഗിനെ കൊണ്ടാവില്ല, നിന്റെ വിധിയെ തടുക്കാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടുമാവില്ല. നിനക്ക് മാത്രമാണ് വിധിക്കാൻ ശക്തിയുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി, ആ വിധിയാണ് ഉണ്ടായത്. ആ വിധിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആദ്യം പടച്ചോൻ വിധിച്ചു 9 കൊല്ലം ജയിലിൽ കിടക്കണമെന്ന്. ഞാനത് സ്വീകരിച്ചു. എനിക്ക് ആരോടും ദുഃഖമില്ല, പ്രതിഷേധമില്ല, എതിർപ്പില്ല. പലരും ചോദിക്കുന്നു, ഇന്ന് പത്രസമ്മേളനത്തിലൊക്കെ ആരുടെയെങ്കിലും ഒന്ന് പേര് പറയിപ്പിക്കാൻ വേണ്ടി എന്റെ ബഹുമാന്യരായ പത്രപ്രവർത്തകർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇല്ല, ഞാൻ പേര് പറയില്ല, ഞാൻ പേര് പറയില്ല. പേര് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിലേക്കെത്തും, ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്കെത്തും. വീണ്ടും മനുഷ്യരുടെ മനസ്സുകളിൽ സംഘർഷത്തിന്റെയും മനുഷ്യ മനസ്സുകളിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുപാകാൻ അത് തയ്യാറാകും, അതുകൊണ്ട് കാരണമാകും. അതുകൊണ്ട് പേര് പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. എനിക്കറിയാം, എല്ലാവരെ കുറിച്ചും എനിക്ക് ബോധ്യമുണ്ട്. അവർക്കൊക്കെ ഞാൻ കൊടുക്കാൻ പോകുന്ന മറുപടി ആശയപരമായ മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ രാജ്യത്തെ മർദ്ദിത സമൂഹങ്ങളെ, പീഡിത സമൂഹങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ ശക്തമായ മറുപടി കൊടുക്കും. എന്റെ ശിഷ്ടായുസ് മുഴുവൻ ഞാൻ അതിനു വേണ്ടി വിനിയോഗിക്കും. ഇതിനപ്പുറം ജയിലിൽ കിടന്നതിന്റെ പേരിൽ എനിക്ക് ആരോടും പകയില്ല, എനിക്കാരോടും വിദ്വേഷമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, എന്തിനാണ് ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടത്, ഞാൻ ചെയ്ത കുറ്റം എന്തായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ചില അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പലരും അതിൽ പിടിച്ചുകൊണ്ട് കൊണ്ടാടുകയാണ്. ചിലർ മുഖപ്രസംഗങ്ങൾ എഴുതുന്നു, ചിലർ ലേഖനങ്ങൾ എഴുതുന്നു. മൗദനി നേരത്തെ ചെയ്തതൊക്കെ തെറ്റായിരുന്നെന്നും ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് ശരിയായിരുന്നെന്നും ഒക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, മൗദനിയുടെ ആശയത്തിൽ ഒരു തെറ്റും വന്നുവെന്ന് മൗദനി സമ്മതിക്കുന്നില്ല. ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ബിജ്നോറിലും ജംഷഡ്പൂരിലും വെട്ടിനിറുക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി മൗദനി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ മൈക്ക് കെട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് ആർക്കാണ്? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ സമ്പന്നന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ മേലാളവർഗത്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്നും കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ ഒരു കുപ്പി ശുദ്ധജലം കിട്ടാത്ത, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവന് ഇന്നും പബ്ലിക് ടാപ്പിന്റെ മുന്നിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം കുടവുമായി കാത്തു നിൽക്കേണ്ടി വരുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഇന്നും ഈ രാജ്യത്ത് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കഴിയുന്ന, റെയിൽവേ ലൈനിന്റെ തീരത്ത് സാരി വലിച്ചു കെട്ടി കഴിയുന്ന, കഠിനമായ മഴയത്തും ഭീകരമായ വെയിലത്തുമെല്ലാം അതികഠിനമായ വേദനകൾ സഹിച്ചു കഴിയുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന വർഗീയ കലാപങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നിരപരാധികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പിതാക്കന്മാർ ക്രൂരമായി വധിക്കപ്പെട്ട അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കും സമ്പന്നന്മാർക്കും മേലാളവർഗത്തിനുമാണ്. ഇത് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ഞാൻ നാടുനീളെ നടന്ന് പ്രസംഗിച്ചു. ഇന്ന് 60ാം വാർഷികം കൊണ്ടാടുമ്പോഴും ജയിലിൽ നിന്നിറങ്ങിയപ്പോഴും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്. ഈ രാജ്യത്തെ കീഴാളവർഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കറുത്ത മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ
ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് മഅ്ദനിയുടെ അഭിപ്രായം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രാജ്യത്ത് രണ്ട് നീതിയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്ത് സംവരണം ലഭിക്കപ്പെടേണ്ട മേഖലകളിൽ നിന്ന് സംവരണത്തിന് അർഹരായ വിഭാഗങ്ങൾ തഴയപ്പെട്ടിരിക്കുന്നു എന്നതും IAS IPS പോലെയുള്ള ഉന്നതമായ എല്ലാ മേഖലകളും കരസ്ഥമാക്കി വെച്ചിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന മേലാളവർഗം മാത്രമാണ് എന്ന കാര്യത്തിലും മഅ്ദനിയുടെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എന്താ മാറ്റം വന്നത്? പോടാ എന്ന് പറയുന്നത് പോടാ എന്ന് പറയാൻ ശൈലി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. വിമർശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിരൂക്ഷമായി വിമർശിക്കുമായിരുന്നു. വിമർശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒരു പ്രതിപക്ഷ മര്യാദയും പാലിച്ചിട്ടില്ലായിരുന്നു. വിമർശിക്കാൻ തുടങ്ങുമ്പോൾ അതികഠിനമായി വിമർശിക്കുമായിരുന്നു. ആ ശൈലി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. അത് നല്ലതല്ലേ മക്കളെ? സ്വീകരിക്കൂലേ? എന്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ എഴുതുക. മലപ്പുറത്ത് നിന്ന് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ മഅ്ദനിയെ ഇഷ്ടപ്പെട്ടത് ഈ കഠിനമായ രൂക്ഷമായ ശൈലി കൊണ്ടാണ്. മഅ്ദനിയുടെ അനുയായികൾ മഅ്ദനിയെ ഇഷ്ടപ്പെട്ടത് ഈ ശൈലി മാറ്റിയാൽ അനുയായികളൊക്കെ വിട്ടിട്ട് പോകുമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ, ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന മനുഷ്യ പാരാവാരത്തെയും അപ്പുറത്ത് കാണുന്ന കടലിന്റെ അലമാലകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഈ പ്രിയപ്പെട്ട എന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യ സമുദ്രത്തിന് എന്നിൽ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും കൊടിവെച്ച കാറിൽ കയറൂല. PDPയുടെ കൊടിവെച്ച കാറിൽ കയറും. അതല്ലാത്ത കൊടിവെച്ച ഒരു കാറിൽ കയറാൻ എനിക്ക് താല്പര്യമില്ല. മന്ത്രിയാകാനില്ല, MP ആകാനില്ല, MLA ആകാനില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാനില്ല. എന്നാ പിന്നെ ഒരു ഗവർണറായാലോ അതിനുമില്ല, അംബാസഡർ ആയാലോ അതിനുമില്ല, ഒന്നിനുമില്ല. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഈ രാജ്യത്തെ പാവപ്പെട്ട സമൂഹത്തിന് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇമേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പലരും അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനൊന്നുമല്ല. 9.5 വർഷം ജയിലിലിരുന്നില്ലേ? ഒറ്റയ്ക്കിരിക്കാൻ അവസരം കിട്ടിയില്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ സേലം സെൻട്രൽ ജയിലിന്റെ അകത്തളത്തിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ, കോയമ്പത്തൂർ ജയിലിൽ നിന്ന് എന്നെ പാതിരാത്രിയിൽ പിടിച്ചിറക്കി സേലം സെൻട്രൽ ജയിലിന്റെ അകത്തളത്തിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലാണ് സേലം ജയിൽ. ആ സേലം ജയിലിൽ കൊണ്ടുപോയി ഞാൻ പ്രസംഗിച്ചോ? എന്റെ ഇന്റർവ്യൂകളിലോ നിങ്ങൾ കേട്ടിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഖബറിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് പ്രസംഗിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്റെ മുന്നിലുള്ള ശ്രോതാക്കളും കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ ഖബർ എങ്ങനെ ഇരിക്കും, മരണത്തിന് ശേഷമുള്ള ഖബറിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഖബർ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ആദ്യമായ അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയത്, അതിന്റെ ഒരു മിനി ഖബറായി എനിക്ക് തോന്നിയത് സേലം സെൻട്രൽ ജയിലിന്റെ അകത്തളത്തിൽ എന്നെ കൊണ്ടുപോയി ഒരു മനുഷ്യനുമില്ലാതെ പണിഷ്മെന്റ് ജയിലിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു ഇടുങ്ങിയ സെല്ലിൽ 8 അടി നീളവും 4 അടി വീതിയുമുള്ള ഒരു സെല്ലിൽ എന്നെ കൊണ്ടാക്കിയവരെല്ലാം അങ്ങ് പോയി. എന്നിട്ട് നരകത്തെ കാക്കുന്ന മലക്ക് നിൽക്കുന്നത് പോലെ ഒരു വാർഡർ അതിന്റെ മുന്നിൽ നിന്നു. എനിക്കൊന്നും മിണ്ടാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ബാത്റൂമിൽ പോകുന്നതിന് പോലും ഒരു തുണിക്കഷണത്തിന്റെ മറ പോലും ഇല്ലാത്ത ക്ലോസറ്റ്, ഒരു ചെറിയ ക്ലോസറ്റ് അതിന്റെ മൂലയിലുണ്ട്. പോണമെങ്കിൽ അതിൽ പൊയ്ക്കൊള്ളണം. ആ രീതിയിലുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി അതിന്റെ അപ്പുറത്ത് രാജീവ് ഗാന്ധി കൊലക്കേസിലെ പ്രതികൾ കിടക്കുന്നു. ഞാൻ ഇപ്പുറത്ത് എനിക്ക് ആരെയും കാണാനും സംസാരിക്കാനും കഴിയാതെ ആ ഏകാന്തതയിൽ ഞാൻ ഇരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഏകാന്തതകൾ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഒരുപാട് ആത്മപരിശോധന നടത്തി. മക്കളെ, എനിക്ക് എന്തൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയ ഒരു മഹാ അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ നാഥൻ എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട്. എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാളിച്ചകളുണ്ടോ, അപാകതകളുണ്ടോ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ ഞാൻ പ്രസംഗിച്ചതൊന്നും തെറ്റായിപ്പോയെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആത്മാർത്ഥതയോടെ മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊരു വിഷമവും തോന്നിയില്ല. പക്ഷേ എൻ്റെ ശൈലി, ഒരു പക്ഷേ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആവേശത്തോടു കൂടി എൻ്റെ പ്രസംഗങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ആ ശൈലി കുറച്ച് കഠിനമായി പോയി എന്ന് ഇന്ന് എന്നോട് പത്രപ്രവർത്തകർ ചോദിച്ചു. നട്ടല് വളഞ്ഞു, അല്ല പേടിയുണ്ടോന്ന് ചോദിച്ചു എന്നോട് ആരെങ്കിലും. എന്താ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു മടി പോലെ. ഞാൻ പറഞ്ഞു, മടിയല്ല, വീണ്ടും പഴയതൊന്ന് റീഓപ്പൺ ചെയ്യണ്ട എന്നുള്ള ഒരു ചിന്തയാണ്, അല്ലാതെ മടിയല്ല. എന്നിട്ട് ഞാൻ അവരോട് മറുപടി പറഞ്ഞു, എനിക്ക് ഡെമ്പാർ
ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ നട്ടെല്ലിന്റെ 2 കശേരുക്കൾ തമ്മിൽ അകന്നിരിക്കുകയാണ്. കശേരുക്കൾ നട്ടെല്ലിന്റെ അകന്നതല്ലാതെ എന്റെ നട്ടെല്ല് ഒരിക്കലും വളഞ്ഞിട്ടില്ല, അത് വളയുകയുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ മനുഷ്യ സമുദ്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്കാരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അല്ലാതെ ആരെയും ഞാൻ ഭയക്കുന്നില്ല മക്കളെ. എന്റെ റബ്ബിന്റെ മുന്നിൽ മാത്രമേ ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ശിരസ് കുനിയുകയുള്ളൂ, അതല്ലാതെ മറ്റാരുടെ മുന്നിലും കുനിയില്ല.